Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അവനെ മുളയുടെ ഇല വെട്ടിക്കളയാൻ സമ്മതിക്കാറില്ല. എന്താ ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോ അവന് സൗകര്യായി. അപ്പൊ അവിടെയുള്ള ബീർ കുപ്പിയോ? ഉറപ്പല്ല, അവൻ തന്നെ കുടിച്ചതാ. ഇന്ന് അവന്റെ അന്ത്യമായിരിക്കും. അവന്റെ പുറം പൊളിച്ചിട്ടേ ഉള്ളൂ കാര്യം. കൊല്ലണമ്മേ. ഒരു മണി പ്ലാന്റ് അച്ഛനും കൂടെ കൊടുത്താലാ? അച്ഛനും കൂടെ കുറച്ച് പൈസയൊക്കെ അങ്ങ് വരട്ടെ. കൊള്ളാം. അമ്മേ, ഈ മണി പ്ലാന്റ് നടലൊക്കെ ഇവന്റെ വെറും ഉടായിപ്പമ്മേ. കൊല്ലമ്മേ. നീ കാണിച്ചു വെച്ചതിന് തല്ലുവല്ല ചെയ്യണ്ട, കൊന്ന് കുഴിച്ചു മുഴുവാണ് ചെയ്യേണ്ടത്. ഞാനെന്ത് കാണിച്ചു? ഞാൻ എന്ത് കാണിച്ചെന്ന് പറ. ഇതെന്നാ ഉണ്ടക്കണ്ടോട് ഇങ്ങനെ നോക്കുന്നു? ചോദിക്കും നിങ്ങളെ മോനോട്. മുറ്റത്തെ മുളയുണ്ടല്ലോ, അതിന്റെ ഉള്ളിൽ ആരും കാണാതെ ഇങ്ങനെ തിരുടി ഒളിപ്പിച്ചു വെച്ചിരുന്നു. നീ പിന്നെ നീ അല്ലാതെ നിന്റെ അച്ഛനാടാ കൊണ്ടുവച്ചത് ഇത്? ചെലവാക്കാനായിരിക്കും. നീ ചെയ്തിട്ട് എന്റെ പേരിലാണോ വയ്ക്കുന്നത്? പിന്നെ ഞാൻ വെക്കുന്ന അച്ഛൻ കണ്ട? ഞാൻ നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. പിന്നെ അമ്മ കണ്ടോ ഞാൻ കൊണ്ട് വെക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഓനെ ഞാൻ കൊണ്ട് വെച്ചത് കണ്ടെന്നോ ഇങ്ങനെ കഥ അടിച്ചിറക്കുന്നത്? ഞാൻ കണ്ടല്ലോ നീ അതിൽ കൂടെ കറങ്ങി അടിച്ചടക്കുന്നത്. കേട്ടല്ലോ, അവിടെ വന്നിരിക്കുന്ന വെള്ളം അടിക്കാനാ? നിന്റെ കബോർഡിൽ നിന്ന് ബീറും കുപ്പി കിട്ടിയപ്പോ തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായി. എന്റെ പൊന്നാച്ചാ, ഞാനിതെല്ലാം പറയിക്കൊണ്ട് വന്ന് ഈ മണി പ്ലാന്റ് നട്ടു വെക്കാൻ വേണ്ടിയാ ബീറും കുപ്പി കഥ, അല്ലാതെ വെള്ളം അടിക്കാനൊന്നും അല്ല. ഇതൊന്ന് കഷ്ടമാ. നിങ്ങൾ ആദ്യം ബീറും കുപ്പി കണ്ടിട്ട് പറഞ്ഞു ഞാൻ ബീർ അടിക്കുമെന്ന്. ഇപ്പൊ ഞാൻ വെള്ളം അടി. നാളെ നീ ഞാൻ കഞ്ചാണെന്ന് പറയില്ല. എടാ ദുശീലം ഉണ്ടാക്കരുതരാ. ഈ വൃത്തികേടെ കാണിക്കുന്നോണ്ടാ നിന്റെ പേരിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. നീ കള്ളുടിച്ചോണ്ടല്ലേ? നീ എന്തുവാ കാണിച്ചത്? ഞാനെന്നാ പറയണ്ട, ഒരു ശകലം ബീർ കുടിച്ചാല് ഞാനും സമ്മതിച്ചില്ലേ. നീ കുടിച്ചിട്ട് നീ സമ്മതിച്ച ചെയ്യാത്ത കാര്യം എന്തിനെ സമ്മതിക്കണം? നീ എന്താ പിന്നെ മുളയുടെ ചില്ല വെട്ടാൻ വേണ്ടി സമ്മതിക്കാത്തത്? ആ മുളയുടെ ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞാൽ അത് കരിഞ്ഞു പോവില്ലേ? അത് മൊത്തം നശിച്ചു പോവും. ഇനി എന്തോന്ന് നശിക്കാനാ? ഇനി എങ്ങാനും നീ കുടിച്ചെന്ന് ഞാൻ അറിഞ്ഞ സഞ്ജു, നിന്നെ ഞാൻ വെച്ചേക്കൂല പൊന്നു മോനെ. മനസ്സിലായോ? കഴുത രാമ, ഞാൻ വല്ലപ്പോഴൊക്കെ 1-2 അടിക്കും. പക്ഷെ ഈ വീടിന്റെ മതിൽക്കകത്ത് ഞാൻ ഇന്ന് വരെ കുപ്പി കൊണ്ടാ കയറിയിട്ടില്ല. നിനക്കെന്ത് ധൈര്യമാടാ? ഒരമ്മ, ഒരു മുത്തശ്ശി, 2 പെങ്ങന്മാര്, ഇവരൊക്കെ ഉള്ള വീട്ടിലാണോ കുപ്പി കൊണ്ട് കയറുന്നത്? അച്ഛ ഞാനല്ല അച്ഛ, സത്യമായിട്ട് ഞാൻ അടി. നീ തന്നെ മിണ്ടരുത് കള്ളുകൂടിയൻ. നീ അച്ഛനേലും വലിയ കള്ളുകൂടിയനായാലോടാ. പോടി. നീ പോടാ കള്ളുകൂടിയാ. നീ പോടി കള്ളു. പോടാ കുടിയാ. ഇതെന്തിനാ കളയുന്നത്? ഇല്ല, കളയുന്നില്ല. അലമാരയിൽ എടുത്തു വെക്കാം. അലമാരിയിൽ എന്തിനാ വയ്ക്കുന്നത്? നമുക്ക് വല്ല കുടിയന്മാർക്ക് കൊടുത്താ പോരെ? ആ കുടിയ നിങ്ങളായിരിക്കും അല്ലേ? എന്റെ കാര്യം വീട്ട് നമുക്ക് വേണുകൂട്ടന് കൊടുത്താലോ? ഒരു കോണുകുട്ടനും കൊടുക്കണ്ട. കളഞ്ഞു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റ് പോയി കുടിച്ചോ. നിന്റെ തന്ത വന്ന് കുടിക്കും. നിങ്ങൾ അച്ഛനും മകനല്ലേ ഇപ്പം കുടിച്ചു നടക്കുന്നത്? വെറുതെ എൻ്റെ അച്ഛനെ പറയരുതേ. എടി, ഈ നാട്ടിലെ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി ദാരിദ്ര്യം അനുഭവിക്കുന്ന 1 കോടി ജനമുണ്ട്. അവരൊക്കെ നിന്നെ പ്രാകുപടി. ഒരു കുടിയന്റെ രോദനം. അതേടി രോദനവാ. ആര് വാങ്ങിച്ചാലും ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചൊരു സാധനം ഇല്ലയോ? അതിങ്ങനെ കളയാവോ? അല്ല, നിങ്ങളെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങളാണ് അത് അവിടെ വാങ്ങിച്ച് ഒളിപ്പിച്ചു വെച്ചതെന്ന് തോന്നല്ലോ. ഞാൻ വാങ്ങിച്ചു വെച്ചോന്നും. പിന്നെ നീ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? ആരൊറഞ്ഞു കളി? തുള്ളാത്തതാ നല്ലത് അച്ഛനും മകനും. ഞാൻ കണ്ടുപിടിച്ചോളാം. അവക്ക് സംശയമുണ്ട്. യോ, അതെന്റെ തല വരുന്നതിന് അവന്റെ തലയെ കൊണ്ട് വയ്ക്കണം. തന്തയും കൊള്ളാം മോനും കൊള്ളാം. ചെറുക്കം കുടിച്ചു കിടക്കുന്നതിലല്ല അയാൾക്ക് പ്രശ്നം. ഞാൻ ആ കള്ള് കളഞ്ഞതില്ല. എടി പുഷ്പേ, ദേ പിന്നെ എടി പുഷ്പേ, എനിക്ക് ഒരു 10,000 രൂപ വെറുതെ കിട്ടിയടി. അതിന് ഞാനെന്ത് വേണോ? ഞാൻ എന്ത് പറഞ്ഞാലും നീ ചെയ്യുവോ?
നിങ്ങൾ പറയുന്ന കാര്യമല്ല ഞാൻ എന്തിനാ ചെയ്യുന്നത്? അപ്പൊ നീ എന്തിനാ വലിയ കാര്യത്തിന് എന്ത് വേണോന്ന് പറഞ്ഞത്? ആ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എന്തും പറയും. നീ ഇഷ്ടമുള്ളതൊക്കെ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് അത് ഇഷ്ടമില്ലാത്തതാണെങ്കിലുണ്ടല്ലോ നീ വിവരം അറിയും. അല്ല നിങ്ങൾ ഈ കുറെ കാലമായാലും പറയുന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കുന്നു. എന്നാ പിന്നെ നിങ്ങൾ എന്നെ നാട് കടത്ത്. അയ്യോ, നിന്റെ ചെറുക്കന്റെ കള്ളുപ്പി പൊക്കിയന് നീ എന്തിനാടി എന്റെ നേരെ മെക്കിട്ട് കയറുന്നു? അത് അത്ര വലിയ കാര്യമൊന്നും ആക്കാനില്ല. എന്റെ മോനൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ നിന്റെ മോനെ വെള്ളപൂശാനൊന്നും നിൽക്കണ്ട. നീ ഒറ്റ ഒരുത്തി വളർത്തിക്കൊണ്ട് അടി ചെറുക്കൻ ഇങ്ങനെ ആയത്. അപ്പൊ നിങ്ങളെ മോൻ കുടിച്ച് നടക്കുന്നതോ? എടി എന്റെ മോൻ കുടിക്കും, പക്ഷെ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒന്നും കുടിക്കത്തുമില്ല. കുടിച്ചിട്ട് നല്ല വെള്ള വേറും ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങളെ മോനെ രൂപക്കൂട്ട് കൊണ്ടേയിരുത്ത്. രൂപക്കൂട്ടി കൊണ്ടിരുത്തണ്ട് നിന്നെ അടി, അല്ല എന്റെ മോനെ അല്ല. നീ എനിക്കിട്ട് എറിഞ്ഞാണോ അത്? അല്ല ഞാൻ വെറുതെ എറിഞ്ഞതാ. ഒരേരം കൂടെ അറിഞ്ഞാ ഞാൻ ആ ചൂല് പേടിച്ചിട്ട് നിനക്കിട്ടതല്ലേ ഞാൻ. എന്നാ പിന്നെ അതൊന്ന് കാണട്ടെ. നീ ഒന്ന് അറിഞ്ഞോ? എന്നാ പിടിക്ക്, ആർക്കാ ബലന്ന് നോക്കാലോ. വാ. എന്റെ സ്വഭാവം നീ അറിയും. ഇത് കുറെ കാലം ഞാൻ കേൾക്കുന്നത് സ്വഭാവം അറിയുന്നു. ഇതുവരെ ഒന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. വാ ഇങ്ങോട്ട് തന്നേടി. എന്റെ അടുത്ത് കുസ്തിക്കണേ ഞാനും കുസ്തി കളിക്കുവേ. നീ കുത്തും, നീ കൊല്ലും. ഞാനും ചെയ്യും. ചൂല് കൊണ്ടാ മാറിക്കൊണ്ടാ. ഇതെന്തു സാധനപ്പാ? ഇങ്ങോട്ട് വാടി എന്റെ അടുക്കാൻ നേരെ. ആ അടി, നീ അടി. അടിക്കും. എന്താ ഇത് നിങ്ങളെ അടിച്ചതിന് തുല്യ? എടി ഇത് പൈസ കൊടുത്ത് മേടിച്ചതാ കേട്ടോ. ഇനിയും അടിക്കും. എന്താ ചെയ്യാ? അടിക്കും. നാട്ടുകാർക്ക് അറിയാത്ത കേസല്ലേ? ആ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ വിട്ടോ, പോയി വെള്ളം കുടിക്കും. പോ. അടിച്ചു പാരി, അതാ നല്ല. ചെറുക്ക, ഇതൊക്കെ ഈ പ്രായത്തിൽ സംഭവിക്കുന്നതാടാ. എന്ത് നിനക്കിപ്പോ പറ്റിയത് തന്നെ. അച്ഛന് പറ്റിയ പോലത്തെ ഒന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. എന്നിട്ടാണ് നീ മേടിച്ചു വെച്ച കുപ്പി ആ മുടക്കടയിൽ അവര് പൊക്കിക്കൊണ്ട് പോയത്. ഇത് എത്ര വട്ടം ഞാൻ പറയണം, ഞാൻ കൊണ്ടുവച്ച കുപ്പിയല്ലാന്ന്. ഇതെന്ത് കഷ്ട. നീ ഇനി എത്ര ഉറക്ക ഞാൻ കൊണ്ട വച്ചല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ അറിയാം അത് നീ മേടിച്ചു വെച്ചതാണ്. എന്നാ കേട്ടോ, ആ അതെ ഞാൻ കൊണ്ടുവച്ച കുപ്പി തന്നെ പോരെ. ഇത് മതി, എനിക്കിത് മതി. പക്ഷേങ്കിലേ അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോയി നിന്റെ അമ്മയോട് പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്യിക്കണം. പറ്റുന്നെങ്കിൽ കാല് പിടിച്ചൊന്ന് ക്ഷമയും ചോദിച്ചോ. ഞാൻ ചെയ്യാത്ത കാര്യം തന്നെ അമ്മയോടെ പറയുന്നേ. നീ ഇപ്പൊ അതൊന്നും നോക്കട്ടാ. നീ പോയി അമ്മയെടുക്ക അങ്ങ് പറ. മധുവിനോട് ക്ഷമിച്ച പോലെ നിന്നോട് ക്ഷമിക്കും. അങ്ങനെ ഇപ്പൊ വെളിയിരിക്കുന്ന റാമിനെ എനിക്ക് എന്നെ പള്ളിക്ക് എടുത്ത് വെക്കണം. വേണമെങ്കിൽ മതി. നിനക്ക് വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടിയാവുന്നേ. ഉള്ള ചീത്തപ്പനങ്ങ് പോട്ടറാവേ. അങ്ങനെ ചീത്തപ്പന എനിക്ക് മാറണമെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട, നിനക്ക് നല്ലതിന് വേണ്ടിയാ ഞാൻ പറഞ്ഞു. അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. എന്ത് കുഴപ്പം വന്നാലും അവസാനം എല്ലാവരും കൂടെ എന്റെ തലേക്ക്. നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. എന്ത് സംഭവം ഇവിടെ ഉണ്ടായാലും അതിന്റെ ഒക്കെ കുറ്റക്കാരൻ ഞാനാവും. നമ്മൾ ചാഞ്ഞു കിടക്കുന്ന ഒരു മരമല്ലേ, ആർക്ക് വേണം ചാടി കയറി കളിക്കാമല്ലോ. ഇപ്പൊ നീയും അതുപോലെ. എന്നാ പിന്നെ ഞാൻ അമ്മയോട് സോറി പറയാം. ഉറപ്പാണോ? എന്നാ ഇപ്പൊ തന്നെ സോറി പറ. ചെല്ല്, സമയം കളയണ്ട, ചെല്ല്. ഈ മണ്ടം പോയി ഇപ്പൊ സോറി പറയുകയും ചെയ്യും, എന്റെ പ്രശ്നമെല്ലാം തീരുകയും ചെയ്യും. എനിക്കിനി ഒളിപ്പിച്ച് വെച്ച് ഒളിച്ചിരുന്ന് കുടിക്കുകയും ചെയ്യാം. നിന്റെ കൃഷ്ണൻ വല്ല പണിക്കുമ്പോ ചൊറിയാറ. നീ കുടിയനായിട്ടല്ലേ ഞാൻ കുടിയാന്ന് വിളിച്ചത്? ഞാൻ കുടിയനല്ല. എടാ നീ എന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ബാക്കിയുള്ളവരുടെ അടുത്ത് തെളിയിക്കണം ആദ്യം കുടിയനല്ല. എങ്ങനെ തെളിയിക്കാൻ? എടാ മണ്ട, ഈ വീട്ടില് ആരാ ഏറ്റവും കുടിക്കുന്നത്? അച്ഛൻ. അച്ഛന് നീ. അച്ഛന് നീയേ ഇല്ല, അച്ഛൻ മാത്രം. എടാ നീ ചൂടാവാതെ ഞാൻ കാര്യം പറയല്ലേ. എടാ എടാ ആ പറ. അമ്മയ്ക്ക് കിട്ടിയ കുപ്പി അച്ഛൻ്റെതാടാ. നീ കണ്ട അത് അച്ഛന്റെ കുപ്പിയാണ്. എടാ ചില സംശയാസ്പദമായ സാഹചര്യത്തിൽ ഞാൻ വേണുക്കുട്ടൻ അങ്കിളിനെ അച്ഛനെ അവിടെ കണ്ടിട്ടുണ്ടടാ. ഉറപ്പാണോടി? ഉറപ്പാ. മോളെ കൃഷ്ണ, ഓ ഒന്നിങ്ങോട്ട് വന്നേ മക്കളെ. ദേ വരുന്ന അച്ഛമ്മ. വില്ലൻ അച്ഛൻ തന്നെയാടാ. എങ്ങനെ തെളിയിക്കണേന്ന് എനിക്കറിയത്തില്ല, നീ തന്നെ ചെയ്തു. അച്ഛൻ എനിക്കിട്ട് പണിയാൻ നോക്കിയതല്ലേ?
ശരിയാക്കി തരാം. എന്താ അച്ഛമ്മ വിളിച്ചേ? എടി മോളെ, ആ. എന്റെ ഫോണിൽ ഒരു 10,000 രൂപ കയറിയെന്ന് പറഞ്ഞില്ലേ? ആ ഞാൻ ബാങ്കുകാരെ ഇപ്പൊ വിളിച്ചു ചോദിച്ചപ്പം കേറിയിട്ടില്ലെന്നാ പറയുന്നത്. ആണോ? ആ അങ്ങനെ തന്നെ നോക്കട്ടെ. അത് വേണ്ട, ഫോൺ നോക്കാതെ പറ. ഫോൺ നോക്കാണ്ട് ഞാൻ എങ്ങനെ പറയാനാണ്? ആ നിനക്ക് എന്റെ ഫോണേ കാക്കറി ചെയ്യാൻ വേണ്ടിയല്ലേ? കാക്കറി അതെന്തോന്നാ? നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ ഫോൺ കാക്കറി ചെയ്ത് ഉള്ള പൈസ എല്ലാം പോകുന്നു. അച്ഛമ്മ അത് കാക്കറി അല്ല, ഹാക്ക് ഹാക്ക്. ആ എന്ത് കുന്തമാണേലും വേണ്ടില്ല, വേണ്ട, ഫോൺ തരില്ല. അച്ഛമ്മ എനിക്ക് ഹാക്ക് ചെയ്യാനൊന്നും അറിയില്ല. ഹോട്ടൽ മാനേജ്മെന്റ് തന്നെ എനിക്ക് മര്യാദയ്ക്ക് അറിഞ്ഞൂടാ, പിന്നെയാണ് ഹാക്കിങ്. അപ്പൊ നീ ചെയ്തു തരുവോ? ഓ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ പോണു. എനിക്ക് എന്റെ മോളെ വിശ്വാസം. ആ. ആ എന്നാ നീ ചെയ്യാം. ദാ, നോക്കട്ടെ. ഇതിലെവിടെ മെസ്സേജ്? പൈസ വന്ന മെസ്സേജ് എവിടെ? നോക്കട്ടെ. ആ ദേ നോക്ക് നോക്ക്. ഉണ്ടോ? ഇതാണ് യുവർ റമ്മി ബോണസ് ഹാസ് ബീൻ ക്രെഡിറ്റഡ്. പ്ലീസ് രജിസ്റ്റർ ഇറ്റ് ആൻഡ് റെഡീംഡ് യുവർ എമൗണ്ട്. നീ എന്തിനാടി ചിരിക്കുന്നേ? എന്റെ പൊന്നച്ചമ്മ, ഇത് 10,000 രൂപ കേറി എന്നുള്ള മെസ്സേജ് അല്ല. പിന്നെന്തുവാ? ഇതിനകത്ത് കേറി റമ്മി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ കിട്ടും. പക്ഷെ അവരുടെ ആപ്പിൽ കയറി കളിക്കാൻ പറ്റത്തുള്ളൂ. ആപ്പിൽ കയറി കളിക്കടി, 10,000 രൂപ കിട്ടുന്ന കാര്യ. നീ കളിച്ചോ, കളിക്ക്. പിടിച്ചേ, പിടിക്ക്. ഞാൻ പോണു. ടാറ്റ. വെറുതെ എന്നെ മോഹിപ്പിച്ചു. ഓ പൈസ കൊടുക്കത്തിന്റെ കുശുമ്പാപ്പോണത്. അപ്പൊ റമ്മ് കളിക്കണെങ്കിലും ദൈവം ചെയ്ത് അതിനകത്തൊന്ന് കേറി നെക്കല് കേട്ടല്ലോ. ഓ നീ പറയണ്ട, എനിക്കറിയാം. അതിനകത്ത് ബാങ്കിലുള്ള പൈസയും കൂടെ അവന്മാർ എടുത്തോണ്ട് പോയി. ഹാക്കർമാര് വേറെ ഉണ്ടോ? ഹാക്ക് ഹാക്ക് ഹാക്കർമാരോ? ഹാക്കർ. ഓ എന്നതാണെങ്കിലും പറ്റില്ല. അവരിലും വേറെ ഒരുപാട് പേരുണ്ടോ കാക്കർമാര്? പിന്നല്ലാതെ എന്റെ പൊന്നേ, ഫോണും തൊടാൻ മേലാത്ത അവസ്ഥയാണല്ലോ. ആർക്കും കൊടുക്കരുതട്ടാ, നമ്മുടെ ചുറ്റിനും മൊത്തം ഹാക്കർമാരാ. എന്ത് ചെയ്യും? അമ്മേ, എന്താടാ നീ നിന്റെ കുപ്പി അന്വേഷിച്ചു വന്നതാ? ആ കുപ്പി എന്റെ അല്ല അച്ഛന്റെ ഞാൻ തെളിയിച്ചതെന്ന് അമ്മയ്ക്ക് വിശ്വാസാവോ? പിന്നെ നീ അച്ഛന്റെ തലയെ കൊണ്ടുപോയിടാ. അമ്മയ്ക്ക് എന്താണ് ഇത്ര വിശ്വാസം ഇല്ലാത്ത? അമ്മയുടെ കുടിയനായ പുത്രനും ഉണ്ടല്ലോ ഇവിടെ. അമ്മ അമ്മ എന്റെ കൂടെ വന്നാൽ ഞാൻ ഇന്ന് തെളിയിച്ചു തരാം അച്ഛന്റെ ആണ് ആ കുപ്പിന്ന്. കാരണം നീയും കൂടോ, അപ്പൊ നിനക്ക് മനസ്സിലാവും ആരാ ഇവിടുത്തെ കുടിയനായ പുത്രൻ. വാ അമ്മേ. കൈ കഴിഞ്ഞിട്ട് പോടാ. വാ നീ വാ അമ്മ, ഇന്ന് വാ അമ്മ, ഇങ്ങോട്ട് വന്നേ. വാ വാ അമ്മേ. അച്ഛൻ അവിടെ നിപ്പുണ്ട്. കുപ്പി ആരാ വെച്ചാൽ ഞാനിപ്പോ കാണിച്ചു തരാം. നീ വെറുതെ നടക്കാത്ത കാര്യത്തിന് പോണ്ട. നടക്ക് ഓടോന്നൊക്കെ ഞാൻ വന്നിട്ട് വാ. സൂര്യനായി തഴുകിയോ. അച്ഛാ, എന്തായി മക്കളെ, അമ്മയോട് പോയി പറഞ്ഞോ? ആ ഞാൻ അമ്മയോട് സോറി പറഞ്ഞു. മിടുക്കൻ. എന്നിട്ട് അമ്മ എന്നാ പറഞ്ഞു? അമ്മ പറഞ്ഞു കുഴപ്പമില്ല, ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ സിമ്പിൾ ആണ്, അത്രേ ഉള്ളൂ അമ്മ. ഓ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ഇവിടെ ഭയങ്കര കുടിയനുമായി. ഇനി ആർക്കും എന്നെ വിശ്വാസം കാണൂല. എന്റെ ഇവിടുത്തെ വിലയൊക്കെ പോയി. അതങ്ങനെയാടാ മക്കളെ. ഒരിക്കൽ കുടിയനെന്നൊരു പേര് വീണ് കിട്ടിയാ പിന്നെ അത് മരണം വരെ അങ്ങനെ തന്നെ. എന്നല്ല കുപ്പി കൊണ്ടുവച്ച ആളുണ്ടല്ലോ അച്ഛാ, അയാൾ ഒരു കാലത്തും മൂടം പഠിക്കത്തെ. അയ്യോ അങ്ങനൊന്നും പറയല്ലേ. ഇതിനൊക്കെ കാരണം ഒരാളില്ലേ, കാരണം ഒരാള്. ആര്? ആ മുളക്കാത്ത കൊണ്ട് ആ കുപ്പി കയറ്റി വെച്ച ആള്. ആ. അയാള് ഒരു കാലത്തും ഗുണം പഠിക്കത്തില്ല. നീ എന്നാ ഞെട്ടുന്നു? അമ്മാവ പ്രാവെന്ന് കേട്ടില്ലേ? അതിന് നിനക്കെന്നാ? എനിക്കൊന്നുമില്ല. അയ്യേ അങ്ങനൊന്നും പറയല്ലേ മക്കളെ. പിന്നെ പറയാതെ പിന്നെ എനിക്ക് അത്രയ്ക്ക് തന്നെ ഉണ്ടാച്ചാ അയാളുടെ തല ഇടുത്തി. അയ്യോ എടാ എന്നതാടാ ഇത്? അയാൾ ആരായാലും അയാൾ ഒരു മനുഷ്യ ജീവിയല്ലേ, ഇങ്ങനെയൊക്കെ പ്രയാഗാവോ? പിന്നെ പ്രാവത് എനിക്ക് വന്നേ നാണക്കടക്കം പിന്നെ അച്ഛൻ സഹിക്കോ? മക്കളെ അച്ഛനൊരു കാര്യം പറഞ്ഞ മക്കള് ആരോടും പറയരുത്. എന്ത് കാര്യം? അതെ ആ കുപ്പി അവിടെ കൊണ്ട് വെച്ചതേ അച്ഛനാടാ.
നീ എന്ന് കയ്യും കാലിലും കാണിക്കുന്നു? അല്ല അത് അച്ഛന്റെ കുപ്പിയാന്ന് പറയാറുന്നു. അത് ഞാനും കേട്ടു. ആ എന്തിനാച്ചാ ആ വള്ളി കൊണ്ട് എന്റെ പടലേക്ക് തന്നത്? നിന്റെ തലയ്ക്ക് ഒന്നുമല്ല. അച്ഛന് 2 അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൊരു വഴി. ഉടങ്ങാനും പോയി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിന്റെ തള്ളയുണ്ടല്ലോ പൂതന, അവൾ എന്നെ എടുത്ത് കൊടുക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇതല്ലേ ഉള്ളു നിവൃത്തി. എന്നാ നീ എന്നോട് ക്ഷമിക്ക്. ഒരബദ്ധം പറ്റിപ്പോയി. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ മക്കള് തെറ്റൊന്നും ചെയ്തില്ല. അമ്മ ഇങ്ങോട്ട് കേറി വാ. അമ്മേ ഇവിടെ ഇവിടെ എന്തുവാടാ കുടിയാ? ഇങ്ങനെ കുടിക്കാവോ നീ? നാണമില്ലല്ലോ മനുഷ്യ, സ്വന്തം മകനെ കുടിക്കാരനാക്കി കാണിക്കാൻ വേണ്ടിട്ട്. നീ എന്നോട് പറഞ്ഞേ ഞാൻ കുടിയനാന്നാ? ഞാൻ കുടിയനല്ല. കുടിയനായ അച്ഛന്റെ ഒരു കുടിക്കാത്ത പാവം മോനാണ് ഞാൻ. മോൻ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇല്ലല്ലോ അച്ഛാ. അച്ഛനെന്ത് പറ്റി? ഞാനല്ലേ കുപ്പി കൊണ്ടുവച്ചേ? അച്ഛാ എന്താടി? അച്ഛാ എന്താ പെണ്ണെ? അച്ഛൻ എന്തിനാ കുപ്പി കൊണ്ടുവച്ചെന്ന് പറഞ്ഞേ? ഞാൻ അവിടെ കൊണ്ട് വച്ചോണ്ട്. അച്ഛൻ ഞാനാണോ കുപ്പി കൊണ്ടുവച്ചത്? പോയേ. അച്ഛൻ സത്യമായിട്ട് ഞാനാണ് ആ കുപ്പി കൊണ്ടുവച്ചത്. ഓ, അനിയനെ പോലെ നീ നാടകം കളിക്കുക അല്ലേ? നാടകം കളിക്കേ? പിന്നെന്താ, മോണോ ആക്ടാ? അച്ഛാ അന്ന് ഞാൻ അറിയാതെ ബേറ് ഓടിച്ചാരി അവനോടൊന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നെ കുടിയെത്തിയാക്കിയില്ലേ? കുടിയെത്തിയാക്കി. ആ അതിനുള്ള പ്രതികാരമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ എന്ത് ചെയ്തു? ഞാൻ അവനെ കുടിയനാക്കി കാണിക്കാൻ വേണ്ടി കുപ്പിയിൽ കട്ടൻ ചായ ഒഴിച്ച് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അമ്മേനെ വിളിച്ച് കാണിച്ചു കൊടുത്തു അവനാ ചെയ്തേന്ന് പറഞ്ഞു. എടി ഭയങ്കരി. എന്നാൽ അച്ഛൻ എന്തിനാണ് കുറ്റസമ്മതം നടത്തിയത്? നിനക്ക് ഞാൻ പറഞ്ഞു തരോടി. അച്ഛനേതാ കുപ്പി? നിന്റെ തന്തയുടെ കുപ്പി. പടി. ഗോവ സ്റ്റേറ്റ് ലോട്ടറി 1ാം സമ്മാനം 10 ലക്ഷം, നമ്പർ 5702, സമ്മാനാർഹമായ ടിക്കറ്റ് കണ്ടില്ല. ഭാഗ്യവാൻ. സ്വത്ത് തർക്കം, മകൾ അച്ഛന്റെ തലക്കടിച്ചു കൊന്നു. യോ അച്ഛാ യോ എന്താണ്? എന്താടി? എന്താണ്? ഞാൻ ഈ വാർത്ത കണ്ട. എന്താ? സ്വത്ത് തർക്കം, മകൾ അച്ഛന്റെ തലക്കടിച്ചു കൊന്നു. അതിപ്പോ എന്തിനാ എന്നോട് പറയണേ? ഞാനും ഒരു അച്ഛനാണല്ലോ ഒരു മകളുടെ. അതുകൊണ്ട് അച്ഛൻ്റെ സ്വത്തൊന്നുമില്ലല്ലോ. അല്ല, എന്റെ സ്വത്തുണ്ടെങ്കിൽ. സ്വത്തില്ലല്ലോ. എടി എനിക്ക് സ്വത്തുണ്ടെങ്കിലോ? ആ ഉണ്ടെങ്കിൽ ചിലപ്പോ തലക്കടിച്ചാന്. അച്ഛാ അതൊക്കെ പോട്ടെ, ഒരു കാര്യം പറയാൻ വന്നതാ. അച്ഛാ നോക്കിയേ, എന്റെ ഒരു കൂട്ടുകാരി ട്രാവൽ ഏജൻസി തുടങ്ങി. ചാൻഡീസ് ട്രാവൽ ഏജൻസീസ്, ഗോവ ട്രിപ്പ്. നല്ല കാര്യമോ? നല്ല ഓഫറുണ്ട്. ആ നല്ല കാര്യമല്ലേ? ഞാൻ പോട്ടെ. ഓക്കോ. പൈസ നീ കൊടുക്ക്. അല്ല പിന്നെ ആരെങ്കിലും വെറുതെ കൊണ്ടുപോകും നിന്നെ? പൈസ അച്ഛൻ തരണം. അച്ഛന്റെ പൈസ ഒന്നും ഇല്ലേ? അച്ഛൻ്റെ പൈസ ഇല്ലാന്ന് എനിക്ക് അറിയാം. പിന്നെന്താ? പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പൈസ തരാറില്ലേ, ആ പൈസ എനിക്ക് തിരിച്ചു തന്നാ മതി. തരാൻ സൗകര്യം ഇല്ലെങ്കിലോ? അച്ഛൻ ഒരു മാതിരി പരിപാടി പറയുന്നുട്ടാ. എന്തുവാ? ഇനി അച്ഛൻ പൈസ ചോദിക്കുമ്പോ ഞാൻ തരൂല. നീ തരണ്ടേ? ഇങ്ങനെയാണോ അച്ഛന്മാരൊക്കെ സംസാരിക്കുന്നത്? നിനക്ക് മര്യാദ ഉണ്ടോ? മര്യാദ ഉണ്ടോ? നീ ഗോവയിലും പോട്ടെ എങ്ങും വേണം, അടങ്ങി ഒതുങ്ങി ഇതിനകത്തെങ്കിലും കിടന്നോണം. വളർന്ന് അഹങ്കാരമാ കൊച്ചിന് വളരുന്നത്. സൗകര്യമില്ല. എന്താ പ്ലീസ് ഗോവയിൽ വീട് പ്ലീസ്. അല്ലെങ്കിൽ ആരെങ്കിലും പൈസ മേടിച്ചതാ? എടി നീ നിന്റെ ഭാവ ഇതൊന്നും അല്ലായിരുന്നല്ലോ കുറച്ചു മുമ്പേ. പ്ലീസ്. നീ അച്ഛനെ പേപ്പറിൽ ആരോ തലക്കടിച്ചു വന്നപ്പോ നീ പറഞ്ഞു നിനക്ക് സൗകര്യം നീ ചെയ്തേനെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. പ്ലീസ്. നിന്നെയൊക്കെ വളർത്തുന്നത് ഒരുമാതിരി കുടം കമത്തി വെള്ളം ഒഴിക്കുന്ന പോലെ ആണല്ലോ. എന്നെ ടൂർ വിടോ? സൗകര്യമില്ല. ഞാൻ അച്ഛനെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാം. നീ അല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യും. പൈസ ചോദിക്കുമ്പോ തരാം, ഇപ്പൊ എന്നെ വിട്ടാ മതി. നടക്കുകയല്ല.
പ്രായപൂർത്തിയായ പെമ്പിള്ളാര് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലെങ്ങാനും ഇരിക്കണം. അതെന്താ ഇങ്ങനത്തെ വർത്താനൊക്കെ പറയണേ? പിന്നെ ഞങ്ങൾക്ക് പുറത്തു പോകണ്ടേ? നിങ്ങൾക്ക് പുറത്ത് പോകണം. അത് പോകണമെങ്കിൽ കുടുംബക്കാർ ഒന്നിച്ചു കൊണ്ടുപോകും. അല്ലാതെ ഈ ഒരു പരിചയമില്ലാത്ത ഈ കൂട്ടുകാരിയുടെ പരസ്യം കണ്ടോണ്ടാണോ നിന്നെ വിടേണ്ടത്? അതിനുവേണ്ടിയാണോ നിന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്? എന്ത് കാലത്താ ഇങ്ങനെയൊക്കെ പറയണേ? മോശമായി പോയി. എന്നാലും പ്ലീസ് ഒറ്റ വാക്കേ ഉള്ളൂ, നടക്കുകയില്ല. നിനക്ക് ടൂറിനായി വിടണമെന്ന് തോന്നുമ്പോ ഞാനും നിന്റെ അമ്മയും കൂടെ ആലോചിക്കും. എനിക്ക് നിന്നെ വിടാൻ പറ്റുന്നിടത്ത് നിന്നെ വിടും, വിടണ്ടാന്ന് തോന്നുന്നിടത്ത് വിടില്ല. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കരയണ്ട, പോയേ വിടത്തില്ല. ഇതെന്താ ഇത്ര വലിയ അന്താരാഷ്ട്ര കാര്യമാണോ ഈ ടൂർ വിടുന്ന കാര്യം? എല്ലാവരോടും ചോദിച്ചു അനുവാദം മേടിക്കാൻ. അച്ഛൻ പൈസ റെഡിയാക്കി തന്നാ ഞാൻ ടൂർ പോയിട്ട് വരാം. അച്ഛന് കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം, കുപ്പി മേടിച്ചിട്ട് വരാം. നീ അങ്ങനെ എന്നെ ഒരുമാതിരി കള്ളുകൂടിയനാക്കണ്ടടി കുപ്പി മേടിച്ചോണ്ട് തരാൻ. ഇത്ര നേരം നിന്റെ സ്വഭാവം ഇതൊന്നും അല്ലായിരുന്നല്ലോ. നീ വലിയ പവറിൽ നിന്നോണ്ടാണല്ലോ സംസാരിച്ചത്. ഇപ്പൊ എന്താ കുപ്പിയുടെ കാര്യം പറയുമ്പോ ഞാനെന്താ വീഴുമെന്ന് ഓർത്തോ നീ? ഉറപ്പാ വിടില്ലാന്ന്? സംശയിക്കേണ്ട, വിടില്ല. ഉറപ്പാ? ഉറപ്പാ. ശരിയാന്ന് എനിക്കൊന്നും പറയാനില്ല. ആ,